ശ്രീമാത്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. കന്നി രാശിക്കാർക്ക് ഏപ്രിൽ 2, 3, 4 തീയതികളിൽ എന്ന വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് യാദൃശ്ചികമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിനു മുമ്പ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശമാണിത്. നിരവധി ജ്യോതിഷ വിദഗ്ധരുടെ ഗവേഷണത്തിലൂടെയും ഗ്രഹസ്ഥിതികളുടെ ആഴത്തിലുള്ള വിശകലനത്തിലൂടെയും ഭാഗ്യചക്രം എങ്ങനെ കറങ്ങുന്നു എന്ന് പറയുന്ന 100% ജ്യോതിഷ പ്രവചനം വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ ഭാഗ്യം ഇത്രയും കാലം നിശബ്ദമായിരുന്ന ഒരു വാതിൽ ഇപ്പോൾ തുറക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഒരു സംഭവം നിങ്ങളുടെ ദിശയെ പൂർണ്ണമായും മാറ്റാൻ ശക്തിയുള്ളതായിരിക്കും. ഈ അത്ഭുതകരമായ സത്യത്തെക്കുറിച്ച് സ്ക്രിപ്റ്റിന്റെ അവസാനം പൂർണ്ണമായി വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷത്തിൽ ദയവായി എവിടെയാണോ അവിടെ നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിൽ പതിയണം. കാരണം ഇവ സാധാരണ ജ്യോതിഷ് ഫലങ്ങളല്ല, നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ, നിങ്ങളുടെ ഭാവിയുടെ പാത, നിങ്ങളുടെ ഭാഗ്യം എന്നിവയെക്കുറിച്ച് അറിയാനുള്ള സമയമാണിത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓം ഗം ഗണപതയെ നമോ എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് നൽകുന്നതിലൂടെ ഈ രാശിക്കാർക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. കൂടാതെ ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനവുമാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവായി ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ അവസാന ഭാഗത്തുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനം. ഈ 4 ദിവസത്തെ ആന്തരിക ശക്തി കന്നി രാശിക്കാർക്ക് 2026 ഏപ്രിൽ 2 തീയതി മുതൽ 5 തീയതി വരെ അപൂർവമായ ഗ്രഹ സംയോഗം ഉണ്ടാകും. ഈ കാലയളവിൽ ബുധൻ സ്വന്തം രാശിയിൽ ശക്തമായി നിൽക്കുകയും ശനിയുടെ ദൃഷ്ടി കുറയുകയും രാഹു ശാന്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെക്കാലമായി നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ശക്തിയായി പ്രവർത്തിക്കും. ഇതുവരെ നിങ്ങൾ നേരിട്ട തടസ്സങ്ങൾ, നിങ്ങളുടെ കഴിവുകളെ മറച്ചുവെച്ച സാഹചര്യങ്ങൾ, നിങ്ങളെ തടസ്സപ്പെടുത്തിയ അവ്യക്തത എന്നിവയെല്ലാം ഈ ഗ്രഹസ്ഥിതികളുടെ സ്വാധീനത്താൽ കുറയും. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാമെങ്കിലും സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ടു പോയാൽ നല്ല ഫലങ്ങൾ നേടാനാകും. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ വ്യക്തതയും തീരുമാനങ്ങളിൽ ധൈര്യവും ചിന്തകളിൽ പക്വതയും പ്രകടമാകാൻ തുടങ്ങും. ബുധൻ നിങ്ങളുടെ രാശിയുടെ അധിപനായതിനാൽ ഈ ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് മാനസികമായി ബലവും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തതയും ബന്ധങ്ങളിൽ പക്വത കാണിക്കാനുള്ള ശക്തിയും നൽകുന്നു. ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്ന സ്ഥിരത ഇപ്പോൾ അടുത്തെത്തിയിരിക്കുന്നു. ഈ ശക്തി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, പഴയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു, നിങ്ങളുടെ ഭാവിയിലേക്ക് നയിക്കുന്ന വാതിലുകൾ തുറക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ദിവസേനയുള്ള ഫലങ്ങൾ 2, 3, 4 തീയതികളിലെ സ്വാധീനം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഏപ്രിൽ 2 തീയതി രാവിലെ കുറച്ച് സമ്മർദ്ദവും ചിന്തകളിൽ അവ്യക്തതയും കാണപ്പെടാം. പ്രത്യേകിച്ചും കുടുംബം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിയേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ ശാന്തമാകും. നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത വരാനുള്ള സൂചനകൾ വ്യക്തമായി കാണാം. ദിവസം മുഴുവൻ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാലും ഒടുവിൽ നല്ലത് തന്നെ സംഭവിക്കും. ഓഫീസിൽ നിങ്ങളുടെ പ്രകടനം മികച്ചതായിരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസകൾ ലഭിക്കും. തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കാൻ ഇത് അനുകൂല സമയമാണ്. ഇനി 3 തീയതി. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആകർഷണീയതയും ധൈര്യവും വ്യക്തതയും കാണപ്പെടും. നിങ്ങളുടെ വാക്കിന് വില വർദ്ധിക്കും. നിങ്ങളുടെ അഭിപ്രായം മുതിർന്നവരും സഹപ്രവർത്തകരും കേൾക്കാൻ തയ്യാറായിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു കാര്യം പോലും വലുതായി മാറി നിങ്ങൾക്ക് ശുഭകരമായി മാറുന്ന ദിവസമാണിത്. അതുപോലെ വ്യാപാരികൾക്ക് ലാഭങ്ങൾ വർദ്ധിക്കും. എന്നാൽ പുതിയ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ ഡോക്യുമെന്റുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി 4 തീയതി. ഇത് പൂർണ്ണമായും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ കാത്തിരുന്ന ഒരു തീരുമാനം ഈ ദിവസം അന്തിമമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ വരും. നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത പരിചയങ്ങൾ ശുഭകരമായി മാറുന്ന ദിവസമാണിത്. അതുപോലെ തൊഴിലില്ലാത്തവർക്ക് പുതിയ
തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തൊഴിൽപരമായി കുറച്ച് സമ്മർദ്ദം ഉണ്ടാകാം. അതിനാൽ സഹപ്രവർത്തകരുമായി സൂക്ഷിച്ച് പെരുമാറുന്നത് വളരെ നല്ലതാണ്. 5-ാം തീയതി അവസാന ദിവസം വളരെ ശുഭകരമായിരിക്കും. വളരെക്കാലമായി കാത്തിരുന്ന ഒരു കാര്യം വിജയകരമാകും. മുന്നോട്ടു പോകാൻ ആവശ്യമായ ആത്മവിശ്വാസം ഈ ദിവസം അതിന്റെ ഉന്നതിയിലെത്തും. ഒരു വ്യക്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മാനസികാവസ്ഥയും മനസ്സ് പറയുന്ന സത്യങ്ങളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കന്നിരാശിക്കാർക്ക് മാനസിക ആശയക്കുഴപ്പവും ഭയവും വർദ്ധിച്ചുവന്നു. ഏത് ദിശയിൽ പോകണം, എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ 2 മുതൽ 5-ാം തീയതി വരെ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഇത്രയും കാലം നിങ്ങളെ അലട്ടിയിരുന്ന സംശയങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ദുഃഖം, അടിച്ചമർത്തപ്പെട്ട് ചിന്തകൾ എന്നിവയെല്ലാം പതിയെ കുറയും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി മുതൽ കൂടുതൽ വിവേകത്തോടെയും സൂക്ഷ്മതയോടെയും ആയിരിക്കും. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നും അല്ലാത്തവർ എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഹൃദയത്തിന് വ്യക്തത ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആന്തരിക ശക്തി നിങ്ങളുടെ ഭാവി തീരുമാനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. കഴിഞ്ഞ കാലം ഉപേക്ഷിച്ച് പുതിയത് ആരംഭിക്കാൻ ഇത് ഏറ്റവും നല്ല സമയമാണ്. സാമ്പത്തികമായി ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് നല്ലതായിരിക്കും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സൂചനകളുണ്ട്. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്തുന്നവർക്ക് ഇത് ലാഭകരമായിരിക്കും. എങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ ഫലങ്ങൾ ശരീരം നൽകുന്ന സന്ദേശങ്ങളാണ്. കന്നിരാശിക്കാർക്ക് സാധാരണയായി ശക്തമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ വയറ്റിലെ പ്രശ്നങ്ങൾ, ഗ്യാസ്, ഉത്കണ്ഠ, നാഡീ ദൗർബല്യം എന്നിവയാണ്. അടുത്ത 4 ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കുറയും. 2-ാം തീയതി ചെറിയ വേദനകൾ ഉണ്ടാകാം. എന്നാൽ 3-ാം തീയതി മുതൽ ശരീരത്തിന് ആശ്വാസം ലഭിക്കും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ ഈ മാസം നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കണം. അമിതമായ ജോലി സമ്മർദ്ദം കാരണം ക്ഷീണം, നടുവേദന അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 4-ാം തീയതിയും 5-ാം തീയതിയും ശരീരത്തിൽ പുതിയ ഊർജവും ഉന്മേഷവും വ്യക്തമായി കാണാം. ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായി ശുഭകരമാകാൻ കാരണം ബുധൻ നിങ്ങളുടെ നാഡീവ്യൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തും എന്നതാണ്. മാനസിക സമാധാനം വർദ്ധിച്ചാൽ ശരീരവേദനകളും കുറയും. നിങ്ങൾ തുടങ്ങുന്ന യോഗ, ധ്യാനം, ചെറിയ ആരോഗ്യ ശീലങ്ങൾ എന്നിവയും നല്ല ഫലങ്ങൾ നൽകും. അതുപോലെ ശരിയായ വിശ്രമവും സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതും വളരെ അത്യാവശ്യമാണ്. മാനസിക സമാധാനത്തിനായി യോഗയോ പ്രാണായാമമോ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ പണത്തിന്റെ ഒഴുക്ക് ആരംഭിക്കും. ഇത്രയും കാലം മുടങ്ങിക്കിടന്ന പേയ്മെന്റുകൾ, ലഭിക്കേണ്ട പണം, ലാഭങ്ങൾ ഇവയെല്ലാം ഈ കാലയളവിൽ ചലനത്തിലാകും. അടുത്ത 4 ദിവസങ്ങളിൽ 1 2 3 സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യത ശക്തമായി കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് പെൻഡിംഗ് ബോണസ്, യാത്രാ ചെലവുകൾ, റീഫണ്ടുകൾ ലഭിക്കാം. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളെയും മുടങ്ങിക്കിടന്ന കുടിശ്ശികയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട്ടുകാര്യങ്ങളിൽ ചെലവുകൾ കുറയുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 4-5 തീയതികൾ സാമ്പത്തികമായി ഏറ്റവും ശുഭകരമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ ലാഭത്തിന് വഴിയൊരുക്കും. പണത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം കുറയും. ഇത്രയും കാലം നിങ്ങൾക്കൊരു ആശ്വാസനിശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ ലഭിക്കും. തൊഴിൽ കരിയറിലെ മാറ്റങ്ങൾ. കന്നി രാശിക്കാർക്ക് വരാനിരിക്കുന്ന 4 ദിവസങ്ങൾ തൊഴിൽ കാര്യങ്ങളിൽ ഭാഗ്യമുള്ള സമയമാണ്. ഇത്രയും കാലം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാതെ നിങ്ങളെ മാറ്റി നിർത്തിയവർ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ കാണിക്കുന്ന അച്ചടക്കം ഇവയെല്ലാം ഓഫീസിലുള്ളവർക്ക് ആകർഷകമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അച്ചടക്കമുള്ള ടൈം ടേബിൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കും. മാസത്തിന്റെ മധ്യത്തിൽ അല്പം മാനസിക അസ്വസ്ഥത ഉണ്ടാകാം. അതിനാൽ ധ്യാനം പോലുള്ളവ നിങ്ങൾക്ക് വളരെ സഹായകമാകും. ഏപ്രിൽ 2-ാം തീയതി നിങ്ങളുടെ ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായാലും അത് നിങ്ങൾക്ക് നല്ലത് ചെയ്യും. ഈ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് പുതിയ വഴിയോ പുതിയ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. 3-ാം തീയതി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ശ്രമിക്കുന്ന പ്രോജക്റ്റ്, നിങ്ങൾ കാത്തിരിക്കുന്ന മാറ്റം
ഇവയെല്ലാം അനുകൂലമായ ദിശയിലേക്ക് നീങ്ങും. 4-ാം തീയതി ഏറ്റവും ശുഭകരമായ ദിവസമാണ്. ഇത്രയും കാലം നിങ്ങളോട് അനീതി കാണിച്ചവർ പോലും ഇപ്പോൾ നിങ്ങളോട് അനുകൂലമായി സംസാരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പദവി, സ്ഥലം മാറ്റം, പുതിയ അവസരം ഇവയെല്ലാം ഈ ദിവസം അന്തിമമാകും. 5-ാം തീയതി നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നതിനുള്ള സൂചനകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് വിലപ്പെട്ട് മാർഗനിർദ്ദേശം നൽകിയേക്കാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ലാഭകരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ചിലർക്ക് പെട്ടെന്നുള്ള തൊഴിൽ മാറ്റത്തിനുള്ള സൂചനകളും കാണുന്നുണ്ട്. വ്യാപാരം, ലാഭനഷ്ടങ്ങൾ, പുതിയ അവസരങ്ങൾ. കന്നി രാശിക്കാരായ വ്യാപാരികൾക്ക് വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങൾ വലിയ അവസരങ്ങൾ കൊണ്ടുവരും. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു പുതിയ കസ്റ്റമറോ പുതിയ ഓർഡറോ ലഭിച്ചേക്കാം. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. പഴയ ഉപഭോക്താക്കൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ലാഭത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച ദിവസങ്ങൾ വരാനിരിക്കുന്നു. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ നിലച്ചുപോയ കരാറുകൾ അപ്രതീക്ഷിതമായി സജീവമാകുകയും നിങ്ങൾക്ക് നല്ല സാമ്പത്തിക പ്രവാഹം നൽകുകയും ചെയ്യും. പുതിയതായി ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവർക്ക് 3-5 തീയതികൾ തിരഞ്ഞെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ആശയങ്ങൾക്ക് ഗ്രഹങ്ങളുടെ പിന്തുണ ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപം ഭാവിയിൽ വലിയ ലാഭമായി മാറാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ 4 ദിവസങ്ങളിൽ ഒരു വ്യക്തി നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ഭാഗ്യം കൊണ്ടുവന്നേക്കാം. ആ വ്യക്തിയുടെ പേരിൽ N എന്ന അക്ഷരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നൽകുന്ന ഉപദേശം, നിർദ്ദേശം അല്ലെങ്കിൽ പരിചയം നിങ്ങളുടെ ബിസിനസിന്റെ ദിശ പൂർണ്ണമായും മാറ്റാൻ ശക്തിയുള്ളതാണ്. പ്രണയ ഹൃദയം തുറക്കുന്ന സമയം. പ്രണയ കാര്യങ്ങളിൽ കന്നിരാശിക്കാർക്ക് ഈ 4 ദിവസങ്ങൾ വളരെ സവിശേഷമാണ്. ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും ഭയങ്ങളും അപ്രത്യക്ഷമാകും. നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും പ്രത്യേക വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും. ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ ഒരു പ്രധാന പരിചയം നൽകും. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരാളായിരിക്കും. പേരിൽ അല്ലെങ്കിൽ കുടുംബ പേരിൽ N എന്ന അക്ഷരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയത്തിലായിരിക്കുന്നവർക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഉണ്ടായിരുന്ന തർക്കങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങുകയും നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു അപ്രതീക്ഷിത സന്തോഷവാർത്ത വന്നേക്കാം. നിങ്ങൾ കാത്തിരുന്ന മറുപടി, നിങ്ങൾക്ക് ആവശ്യമുള്ള അംഗീകാരം, നിങ്ങൾ ആഗ്രഹിച്ച അടുപ്പം എന്നിവയെല്ലാം ഈ ദിവസങ്ങളിൽ ലഭിക്കാൻ ശക്തമായ സാധ്യതയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുള്ള ദമ്പതികൾക്ക് 5-ാം തീയതി പരിഹാരങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ പരസ്പരം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയെ ശക്തമായി നയിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതം, സമാധാനം, സ്നേഹം, ബഹുമാനം. വിവാഹിതരായ കന്നിരാശിക്കാർക്ക് ഈ 4 ദിവസങ്ങൾ വളരെ സമാധാനവും സ്നേഹവും സമന്വയവും കൊണ്ടുവരും. നിങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് വലുതായി മാറില്ല. പിന്നീട് നിങ്ങൾക്കിടയിലുള്ള ദൂരങ്ങൾ കുറയും. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് കാണിക്കുന്ന വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. നിങ്ങൾ അപ്രതീക്ഷിതമായി പരസ്പരം അടുക്കും. അതിനാൽ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സവിശേഷമായ ദിവസങ്ങളാണ്. ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന സമാധാനം, സ്നേഹം, സന്തോഷം എന്നിവ വീട് നിറയ്ക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് നൽകുന്ന ഒരു വാക്ക്, ഒരു ഭാവം, ഒരു സൂചന നിങ്ങളുടെ മനസ്സിനെ വളരെ ആഴത്തിൽ സ്പർശിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രധാന തീരുമാനം എടുത്തേക്കാം. ചിലർക്ക് സ്വത്ത്, വീട്, ഭൂമി തുടങ്ങിയ കാര്യങ്ങളിൽ പ്രയോജനകരമായ മാറ്റങ്ങൾ വന്നേക്കാം. നിങ്ങൾ രണ്ടുപേർക്കുമിടയിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾ. കുടുംബകാര്യങ്ങളിൽ കന്നിരാശിക്കാർക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഇത്രയും കാലം വീട്ടിലുണ്ടായിരുന്ന പിരിമുറുക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിഞ്ഞുമാറും. നിങ്ങളുടെ വാക്കിന് വില കൂടും. മുതിർന്നവർ നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവ നിങ്ങളുടെ പ്രയത്നത്താൽ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങൾ വീട്ടിൽ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയായി മാറും. നിങ്ങളുടെ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ചിലർക്ക് സന്തോഷവാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ നല്ല മാറ്റങ്ങൾ കാണാം. ആരുമായെങ്കിലും അകന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അവയ്ക്ക് പുനരുജ്ജീവനം ലഭിക്കും. നിങ്ങൾ മുതിർന്നവരുടെ അനുഗ്രഹം നേടും. അതുപോലെ കുടുംബത്തിലെ ഒരു തീരുമാനം നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ഒന്നായിരിക്കും.
വീട്ടിലെ ഓരോരുത്തരുടെയും മനസ്സിനെ ഒരേ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ ഭാവിയിൽ വരുന്ന മാറ്റങ്ങൾ. വരും 4 ദിവസങ്ങൾ കന്നിരാശിക്കാർക്ക് കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശുഭകരമായ സമയമാണ്. ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകളും അവരുടെ വളർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധൈര്യമില്ലായ്മയും കുറയും. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പെരുമാറ്റം ഇവയിലെല്ലാം നിങ്ങൾക്ക് നല്ല മാറ്റം കാണാം. സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികൾക്ക് വരും ദിവസങ്ങളിൽ മികച്ച ശുഭഫലങ്ങൾ ലഭിക്കും. അവർ ഇത്രയും കാലം നേടാൻ ആഗ്രഹിച്ച ഫലം നേടാൻ സാധ്യതയുണ്ട്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പുതിയ ഉത്സാഹം, പഠനത്തിൽ ശ്രദ്ധ കൂടുക, നല്ല അംഗീകാരം ലഭിക്കുക തുടങ്ങിയ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കുട്ടികളുമായി നിങ്ങൾ സംസാരിച്ചാൽ അവർ നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന ദിവസമാണിത്. മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. കുട്ടികളിലെ ഭയവും ആശയക്കുഴപ്പവും കുറഞ്ഞ് ആത്മവിശ്വാസം വർദ്ധിക്കും. ചില മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവി സംബന്ധിച്ച ഒരു നല്ല വാർത്ത ലഭിച്ചേക്കാം. ഉദാഹരണത്തിന് വിദേശ പഠനം, സ്കോളർഷിപ്പ്, തൊഴിലവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി കാണാം. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്കായി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ വളരെ നല്ല ഫലങ്ങൾ നൽകും. കുടുംബത്തിൽ കുട്ടികളിലൂടെ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. യാത്രകളുടെ കാര്യത്തിൽ ചെറുതും വലുതുമായ യാത്രകളിൽ ശുഭകരമായ ഫലങ്ങൾ കാണുന്നു. കന്നിരാശിക്കാർക്ക് ഏപ്രിൽ 2 മുതൽ 5 വരെ യാത്രകൾ ശുഭകരമായിരിക്കും. നിങ്ങൾ അപ്രതീക്ഷിതമായി നടത്തുന്ന യാത്രയും നല്ല പ്രയോജനം നൽകും. പ്രത്യേകിച്ച് 3-ാം തീയതിക്ക് ശേഷം നടക്കുന്ന യാത്ര നിങ്ങളുടെ തൊഴിലിലോ വ്യാപാരത്തിലോ നിർണായക പങ്ക് വഹിക്കും. ഈ കാലയളവിൽ നടത്തിയ യാത്രകൾ കാരണം പുതിയ ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യത, നല്ല വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ദൂരദേശത്തുനിന്ന് ശുഭവാർത്ത വരാനുള്ള സാധ്യത എന്നിവ ശക്തമാണ്. ചിലർക്ക് വിദേശയാത്രകൾക്കുള്ള അവസരം യാഥാർത്ഥ്യമാകുന്നതിനുള്ള സൂചനകളുണ്ട്. വീട്ടിൽ സമാധാനത്തിനായി ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ആരോഗ്യപരമായ കാരണങ്ങൾക്കോ നടത്തിയ യാത്രകളും നല്ല ഫലങ്ങൾ നൽകും. നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാന സന്ദർശനം ഈ ദിവസങ്ങളിൽ സഫലമാകും. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ യാത്രാ സമയം എന്നിവയെല്ലാം ഇപ്പോൾ ഗ്രഹങ്ങളുടെ ആനുകൂല്യം നേടുന്നു. ആത്മീയ ശക്തി, ദൈവകൃപ, ആന്തരിക ബലം. ഇത് കന്നിരാശിക്കാർക്ക് ആത്മീയമായി ഏറ്റവും ശക്തമായ സമയമാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ഉത്കണ്ഠ, ഭയം, നിരാശ എന്നിവ ഈ ദിവസങ്ങളിൽ അപ്രത്യക്ഷമാകും. നിങ്ങൾ ചെയ്യുന്ന പൂജകൾ, പ്രാർത്ഥനകൾ, ധ്യാനം, ജപം എന്നിവയെല്ലാം നിങ്ങൾക്ക് അതിലേറെ ഫലം നൽകും. വരാനിരിക്കുന്ന ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ദൈവകൃപ കൂടുതലായിരിക്കും. നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിച്ചാലും ആ ദൈവിക ശക്തി നിങ്ങൾക്ക് ഒരു പുതിയ വഴി കാണിച്ചു തരും. കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം, പ്രശ്നങ്ങളുള്ളവർക്ക് പരിഹാരം, ഒറ്റപ്പെട്ടവർക്ക് ദിവ്യമായ സഹായം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ആത്മീയ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവ നിങ്ങൾക്ക് ശരിയായ ദിശയിൽ നടക്കേണ്ട സന്ദേശം നൽകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ധൈര്യം തിരികെ ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുഭ പ്രവൃത്തികളും, ദാനം, സേവനം, പൂജാകർമ്മങ്ങൾ ഭാവിയിൽ വലിയ ശുഭം നൽകും. ദുരദൃഷ്ടത്തിൽ നിന്ന് പുറത്തുവരൽ, ദുഷ്ടശക്തികളിൽ നിന്ന് വിമുക്തി. കന്യക രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, തർക്കങ്ങൾ, പ്രതികൂല ശക്തികൾ ഇപ്പോൾ കുറഞ്ഞുവരുന്നു. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മുടങ്ങിപ്പോയ സമയങ്ങൾ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആപത്തായിരുന്ന വ്യക്തികളും കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഒഴിഞ്ഞുപോകുന്നു. അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ മേലുള്ള പ്രതികൂല ദൃഷ്ടി കുറയും. രാഹു ശാന്തമാകുന്നതുകൊണ്ട് നിങ്ങൾ എത്രനാളായി കരുതിയിരുന്ന ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും. ചിലർക്ക് കുടുംബത്തിലെ തർക്കങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം എന്നിവ കുറയുന്നതിന്റെ സൂചനകൾ വ്യക്തമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് തടസ്സമായിരുന്ന ഒരു രഹസ്യശക്തി ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും പാതാളത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ഏപ്രിൽ 2 മുതൽ 5 വരെ ദുഷ്ടശക്തികളിൽ നിന്ന് വിമുക്തി നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ എടുക്കുന്ന ഒരു നല്ല തീരുമാനം നിങ്ങളുടെ ഭാവിയിലെ തടസ്സങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും. കോടതി, സർക്കാർ, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂല മാറ്റങ്ങൾ. കോടതി കേസുകൾ, നിയമപരമായ വിഷയങ്ങൾ, സർക്കാർ ഓഫീസുകളിലെ ജോലികൾ. കന്യക രാശിക്കാർക്ക് വളരെ നല്ല ദിശയിലേക്ക് നീങ്ങും. ഇതുവരെ വൈകിയ ഫയലുകൾ, തടസ്സങ്ങൾ നേരിട്ട സർക്കാർ ജോലികൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ സമയമായി.
നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രയോജനകരമായ ദിവസങ്ങളാണ്. നിങ്ങൾ സമർപ്പിച്ച ഹർജി, ഫയൽ, സർട്ടിഫിക്കറ്റ്, അപേക്ഷ എന്നിവയെല്ലാം അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ തർക്കങ്ങളുള്ളവർക്ക് പരിഹാരത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വാദങ്ങൾക്ക് ബലം ലഭിക്കും. നിങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയും. സർക്കാർ ജീവനക്കാർക്ക് നല്ല പുരോഗതിയുടെ സൂചനകൾ. നിങ്ങളുടെ ജോലി അംഗീകരിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിച്ച് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ശുപാർശകൾ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങൾ തീർച്ചയായും ഫലം കാണും. കാലങ്ങളായി മുടങ്ങിക്കിടന്ന ജോലി നിങ്ങളുടെ കൈകളിൽ പൂർത്തിയാകും. ശത്രു നിവാരണം. നിങ്ങൾക്ക് എതിരായിരുന്നവരുടെ നിശബ്ദത. ഇത്രയും കാലം കന്നിരാശിക്കാർക്ക് ശത്രുക്കൾ, മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ച വ്യക്തികൾ, നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെട്ട വ്യക്തികൾ കാരണം അനേകം പ്രശ്നങ്ങൾ വന്നു. എന്നാൽ ഇപ്പോൾ ഈ 4 ദിവസങ്ങൾ നിങ്ങൾക്ക് രക്ഷയായി നിലകൊള്ളും. ഓരോ ശത്രുവും തന്റെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുത്തും. 20 തീയതിക്ക് ശേഷം നിങ്ങളുടെ മേലുള്ള പ്രതികൂല വാക്കുകൾ നിങ്ങളുടെ പേരിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി നിലയ്ക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത ശക്തി നിങ്ങളിൽ ഉയർന്നുവരും. ശത്രുക്കൾ ശാന്തരായിരിക്കുക മാത്രമല്ല, നിങ്ങൾ വിജയം നേടുമ്പോൾ അവർ ആശ്ചര്യപ്പെട്ട് മൗനമായി മാറുന്ന സമയമാണിത്. തെറ്റുകൾ ഈ 4 ദിവസങ്ങളിൽ ഒന്നും ചെയ്യരുത്. കന്നി രാശിക്കാർ ഈ സമയത്ത് പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അപകടകരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. രണ്ടാമതായി, നിങ്ങളുടെ രഹസ്യങ്ങൾ പുതുതായി പരിചയപ്പെട്ടവരുമായി പങ്കുവെക്കരുത്. മൂന്നാമതായി, സാമ്പത്തിക നിക്ഷേപങ്ങളിൽ തിടുക്കം കാണിക്കരുത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് നയിക്കും. നിങ്ങളുടെ മനസ്സ് ധൈര്യമുള്ളതാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. നിങ്ങൾ കാൽവെക്കുന്ന ഓരോ വഴിയിലും ദീർഘവീക്ഷണവും ആഴത്തിലുള്ള പരിശോധനയും ഉണ്ടായിരിക്കണം. ഈ ഏപ്രിൽ മാസത്തിൽ കന്നി രാശിക്കാരെ സ്വാധീനിക്കുന്ന ശുഭസംഖ്യകൾ പ്രധാനമായും 5, 2, 7 എന്നിവയാണ്. ഈ സംഖ്യകൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ദിശയ്ക്കും നിങ്ങളുടെ ആത്മബലത്തിനും ശുഭം നൽകും. ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ട തീയതികൾ, സമയങ്ങൾ, കണക്കുകൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരാൻ ശക്തിയുള്ളവയായിരിക്കും. ഈ ഏപ്രിൽ മാസത്തിൽ 5, 14, 23 തീയതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. അതുപോലെ 2, 11, 20, 29 തീയതികളും നിങ്ങൾക്ക് നല്ല ശുഭഫലങ്ങൾ നൽകും. ഏതെങ്കിലും പുതിയ ജോലി ആരംഭിക്കാനോ കരാറുകൾ ഉണ്ടാക്കാനോ മുകളിൽ പറഞ്ഞ തീയതികളിലോ ബുധനാഴ്ചയിലോ ചെയ്യുന്നത് നിങ്ങൾക്ക് വിജയസാധ്യതകൾ കൂടുതലായിരിക്കും. ശുഭനിറങ്ങളുടെ കാര്യത്തിൽ വെള്ള, പച്ച, ഇളം മഞ്ഞ എന്നിവ നിങ്ങൾക്ക് മാനസിക സമാധാനവും ശാന്തിയും വ്യക്തതയും നൽകും. നിങ്ങൾ പ്രധാനപ്പെട്ട യോഗങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും നിർണായക തീരുമാനങ്ങൾക്കും പോസിറ്റീവ് ചിന്തകൾക്കും സമാധാനത്തിനും ആകർഷണത്തിനും നിങ്ങളുടെ ഉത്സാഹത്തെയും നിർണായക ശക്തിയെയും വർദ്ധിപ്പിക്കുന്നതിന് ഈ നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫലം കൂടുതൽ ശക്തമാകും. ഇനി എന്ന വ്യക്തിയിലൂടെ വന്ന അത്ഭുതകരമായ മാറ്റം വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ എന്ന അക്ഷരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ എത്ര നാളായി കാത്തിരുന്ന ജോലിയും നിങ്ങൾ ആഗ്രഹിച്ച അവസരവും നിങ്ങൾ കഷ്ടപ്പെടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരവും ഈ വ്യക്തിയുടെ കൈകളിലൂടെ വരും. ഒരു വാക്ക്, ഒരു സൂചന, ഒരു പരിചയം, ഒരു ഫോൺ കോൾ എന്നിവയിലൂടെയോ വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി മറ്റൊരു ദിശയിലേക്ക് മാറ്റാൻ ശക്തി ഉള്ളതായിരിക്കും. ചിലർക്ക് ഇത് പ്രണയബന്ധം ആകാം, ചിലർക്ക് ജോലിയിൽ അവസരം ആകാം, മറ്റു ചിലർക്ക് ജീവിതം മാറ്റുന്ന സാമ്പത്തിക ലാഭം വരാം. ഈ വ്യക്തി നിങ്ങൾക്കായി ദൈവം അയച്ച ശുഭപ്രദമായ നല്ല മനസ്സുള്ള വ്യക്തിയാണ്. കന്നിരാശിക്കാർക്ക് വരാനിരിക്കുന്ന ഏപ്രിൽ മാസത്തിൽ കേവലം ചില ശുഭഫലങ്ങളുടെ സമയം മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അധ്യായം മുഴുവൻ അവസാനിക്കുകയും പുതിയ അധ്യായം ആരംഭിക്കുകയും ചെയ്യുന്ന ശുഭസമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമാകും. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അപ്രത്യക്ഷമാകും. നിങ്ങൾ വളരെക്കാലമായി ആഗ്രഹിച്ച സ്ഥിരതയും ബഹുമാനവും വിജയങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത 4 ദിവസത്തിനുള്ളിൽ എടുക്കുന്ന ഒരു നല്ല തീരുമാനം നിങ്ങളുടെ അടുത്ത 10 വർഷത്തെ
ജീവിതം കെട്ടിപ്പടുക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് എന്റെ ജീവിതം മാറിയതെന്ന് പറയാൻ കഴിയുന്ന സമയമാണിത്. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ ജ്യോതിഷ ഫലങ്ങൾ സാധാരണ വാക്കുകളല്ല. ഇവ ദൈവം നിങ്ങൾക്ക് അയച്ച സൂചനയാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന വാതിലിനടുത്ത് നിങ്ങൾ എത്തിച്ചേർന്നു എന്നതിന്റെ സൂചന. അതുപോലെ ഈ ഏപ്രിൽ മാസത്തിൽ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിനും നല്ല ശുഭഫലങ്ങൾക്കുമായി ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ പരിഹാരങ്ങൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എല്ലാം ശുഭകരമായി ഭവിക്കും. കന്നി രാശിക്കാർ എല്ലാ ദിവസവും ഓം ഗം ഗണപതയെ നമോ എന്ന മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കും. അതുപോലെ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് തൊഴിൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. അതുപോലെ രാഹുവിന്റെ സ്വാധീനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ ദുർഗാദേവിയെ ആരാധിക്കുക. ബുധനാഴ്ച ദുർഗാഷ്ടോത്തരം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായി ഈ ഏപ്രിൽ മാസത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നതും ഞായറാഴ്ചകളിൽ കഴിയുമെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭം മാത്രമല്ല കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ഭാവിയുടെ ദിശ പൂർണ്ണമായും മാറ്റാനുള്ള അവസരം കൂടിയാണ്. പ്രത്യേകിച്ചും എൻ എന്ന വ്യക്തിയിലൂടെ നടക്കുന്ന സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം എഴുതും. ഒരിക്കൽ മനസ്സിലേക്ക് എടുക്കുക, ദൈവം നിങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ ഒരിക്കലും യാദൃശ്ചികമായി വരുന്നില്ല. അവയെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യം മാറൂ. നിങ്ങളുടെ ജീവിതം സമാധാനം, സമ്പത്ത്, ആരോഗ്യം, സന്തോഷം എന്നിവയാൽ നിറയണമെന്ന് ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ ഓരോ ചുവടുകളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിലുപരി നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക സമാധാനം ലഭിച്ച് നല്ല പുരോഗതി നേടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.